ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കാസർഗോട്ട് ആരംഭിക്കുന്ന ബഹുമുഖ പദ്ധതിക്ക് പിന്തുണ തേടി മജീഷ്യൻ ഗോപിനാഥ് മുതുകാർ. പദ്ധതിയുടെ ഭാഗമായി M-Cube എന്ന പേരിൽ ദോഹയിൽ മാജിക് മ്യൂസിക് ഷോ അരങ്ങേറും. സെപ്റ്റംബർ 19-നാണ് പരിപാടി. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന പേരിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടം അടുത്ത വർഷം ആദ്യം പൂർത്തിയാകുമെന്ന് മുതുകാട് പറഞ്ഞു. കാസർഗോഡിൻ്റെ മണ്ണിലൊരു വലിയ പ്രോജക്റ്റ് നിലവിൽ വരാൻ പോവുകയാണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്. തിരുവനന്തപുരത്ത് സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ഒരു ഹൈ മോഡലാണ് അവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഖത്തർ എന്നും ഇത്തരം കാര്യങ്ങളോട് ഒരുപാട് ഡിസബിലിറ്റി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു രാജ്യമാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമായാണ് M-Cube എന്ന പേരിൽ മ്യൂസിക്, മാജിക്, മോട്ടിവേഷൻ എന്നിവ സമന്വയിപ്പിക്കുന്ന ഷോ സംഘടിപ്പിക്കുന്നത്. വക്രയിലെ ഡൽഹി പബ്ലിക് സ്കൂൾ പരിപാടിക്ക് വേദിയാകും. ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ ഒരു 3 മണിക്കൂറിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ് അത്. അവിടെ നിന്നുള്ള നമ്മൾ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളും വരുന്നുണ്ട്. ഫാത്തിമ അൻഷി എന്ന് പറയുന്നൊരു മോളുണ്ട്, ആദിത്യ സുരേഷ് ഉണ്ട്. 2 പേര് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയിട്ടുള്ള കുട്ടികളാണ്. സിനിമാ സംവിധായകൻ പ്രിജേഷ് സെൻ, ഇവന്റ് കൺവീനർ മൻസൂർ മൊയ്തീൻ, ഷംസീർ ഹംസ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ.